രാജ്യം ഇന്ന് 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ നടക്കും. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരിക്കും പരേഡ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ യെദർലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥികൾ. രാവിലെ 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യുദ്ധസ്മാരകത്തിലെത്തിയതോടെ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, NCC സ്റ്റുഡന്റ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ അണിനിരക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി NSS കേഡറ്റുകൾ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സർവകലാശാലകളിലായി 40 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഡ്രൈവർക്കും 8 യാത്രക്കാർക്കും പരിക്ക്. ഇന്ന് പുലർച്ചെ 5:45 അപകടമുണ്ടായത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്കും പോയ KSRTC ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. 2 ബസ്സുകളിലും ഉണ്ടായിരുന്ന 8 യാത്രക്കാർക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത്. BCCI മുൻ പ്രസിഡന്റ് IS ബിന്ദ്ര അന്തരിച്ചു. ജഗ്മോഹൻ ഡാൽമയ്ക്കൊപ്പം BCCI സമ്പന്ന കായിക സംഘടനയാക്കിയ വ്യക്തിയാണ് വിട പറഞ്ഞത്. 1993 മുതൽ 1996 വരെ BCCI പ്രസിഡന്റായിരുന്നു. 1994 ക്രിക്കറ്റ് സംപ്രേഷണത്തിൽ ദൂരദർശന്റെ കുത്തകാവകാശം തകർത്തു. 1987, 1996 ലോകകപ്പുകൾ ഇന്ത്യ വേദിയായതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും വേദിയായ 1987 ലോകകപ്പ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സുരക്ഷാ ആശങ്കകളാൽ ബഹിഷ്കരിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ജനറൽ സിയ ഉൾ ഹക്കിനോട് ഇന്ത്യ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടത് വഴിത്തിരിവായി. തിരുവനന്തപുരം വിളപ്പിശാലയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി. പേയാട് ചിറ്റിലപ്പാറയിലാണ് സംഭവം. അരുവിപ്പുറം സ്വദേശി വിദ്യാചന്ദ്രനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഭർത്താവ് രതീഷാണ് യുവതിയെ ആക്രമിച്ചത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. വിദ്യ രതീഷെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിവരം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് വിദ്യയെ മർദ്ദനമേറ്റ അവശനിലയിലായ സ്ഥിതിയിൽ കണ്ടത്. ഉടൻ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. രണ്ടാം ഭർത്താവാണ് രതീഷ്. ആദ്യ ബന്ധം പിരിഞ്ഞ ശേഷം 2 വർഷമായി വിദ്യ രതീഷിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വിദ്യയ്ക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാർട്ടി നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തന്റേത് ഒറ്റയാൾ പോരാട്ടമെന്ന് CPIM നേതാവ് വി കുഞ്ഞികൃഷ്ണൻ. പാർട്ടി നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്റേത് ഒറ്റയാൾ പോരാട്ടമല്ലെന്ന് CPIM നേതാവ് വി കുഞ്ഞികൃഷ്ണൻ. താൻ നടത്തുന്നത് ഒറ്റയാൾ പോരാട്ടമല്ലെന്നും പയ്യന്നൂരിലെ പാർട്ടി സഖാക്കളിൽ വലിയ വിഭാഗം തന്നോടൊപ്പമുണ്ട് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ തട്ടിക്കുന്നത് ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിനാൽ ഇതിനെ ഒരു ഒറ്റയാൾ പോരാട്ടമായി കാണേണ്ടതില്ല. പക്ഷേ പാർട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ പുറത്താക്കിയാലും വിഭാഗീയത ഉണ്ടാകാനിടയില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു.